എന്റെ പ്രിയപ്പെട്ടവരെ, അത് ഏത് വിഷയത്തിലാണെങ്കിലും മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് വലമ്മ ഖദിമ അഹ്ലുൻ നജ്റാൻ ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് നജ്റാനിൽ നിന്നുള്ള ജനങ്ങൾ കടന്നു വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞങ്ങൾക്ക് അമാനത്ത് സൂക്ഷിക്കുന്ന സത്യസന്ധനായ ഒരു അമീറിനെ ഞങ്ങൾക്ക് നൽകണം. നജ്റാനിൽ നിന്ന് വന്നവർ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് നജ്റാനിൽ നിന്ന് വന്നവർ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞങ്ങൾക്ക് അമാനത്തിൽ സൂക്ഷ്മത പുലർത്തുന്ന ഒരു സത്യസന്ധനായ അമീറിനെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തരണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടുന്ന് ജനങ്ങൾ വന്ന് പറയുമ്പോ റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ സ്വഹാബത്ത് ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. മസ്ജിദുൻ നബവിയിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ പ്രമുഖരായ സ്വഹാബികൾ ഇരിക്കുന്നുണ്ട്. അവിടുന്ന് പറഞ്ഞത്, സത്യസന്ധനായ അമാനത്ത് സൂക്ഷിക്കുന്ന ഒരു അമീറിനെ ഞങ്ങൾക്ക് തരണമെന്നാണ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് ഇത് പറയുമ്പോ അതാ റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ ഉമർ ഇബ്നുൽ ഖത്താബ് ഉണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉണ്ട്, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഉണ്ട്, അലിയാർ തങ്ങളുണ്ട്, ബിലാൽ തങ്ങളുണ്ട്. പടച്ചവനെ, സ്വഹാബികൾ മുഴുവനും ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. അവര് വിചാരിച്ചു, പടച്ചവനെ, ഞാനായിരിക്കും എന്നെയായിരിക്കും അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് അമീറായി തെരഞ്ഞെടുക്കുന്നത്. എല്ലാവരും അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖത്ത് നോക്കി അവിടുന്ന് അത്ഭുതത്തോടെ ഞാനായിരിക്കുമെന്ന് കരുതിയിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ പേരേതെന്നറിയുമോ? അബൂബക്കർ തങ്ങളുടെ പേരല്ല, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ പേരല്ല, ഉസ്മാൻ തങ്ങളുടെ പേരല്ല, അലിയാർ തങ്ങളുടെ പേരല്ല. പടച്ചവനെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ നിരന്നിരിക്കുന്ന സ്വഹാബത്തിന്റെ ഇടയിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാ, അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിനെ തിരഞ്ഞെടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ആദിഹിൽ ഉമ്മാ അബൂ ഉബൈദ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബി അവിടുന്ന് തിരഞ്ഞെടുക്കുകയാ. പടച്ചവനെ, നജ്റാൻ എന്ന് പറയുന്ന നാടിന്റെ അമീറായി അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തെന്നറിയോ? ആ സ്വഹാബി ഒരു സാധാരണ സഹാബിയല്ല, ആ ചെറുപ്പക്കാരൻ സാധാരണ ഒരു ചെറുപ്പക്കാരനല്ല. ചരിത്രങ്ങൾ വായിച്ചു നോക്കിയാൽ ഈ പരിപാടിയിൽ ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരാ, അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രമെങ്ങാണം വായിച്ചു നോക്കിയാൽ ശരീരത്തിലെ രോമങ്ങൾ പോലും അവിടുന്ന് എഴുന്നേറ്റ് നിൽക്കുമടാ ചെറുപ്പക്കാരാ. ആ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിനെ അമീനു ഹാദിഹിൽ ഉമ്മാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? പടച്ചവനെ, ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, ഒരു കാര്യത്തിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു വിട്ടുവീഴ്ചയില്ലല്ലോ, പിന്നെ ഒരു വിട്ടുവീഴ്ചയും തയ്യാറാവുകയില്ല. പടച്ചവനെ, അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് അവിടുന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമാവുകയാ. അവിടുന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമാവുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് വല്ലാത്ത പ്രണയമാണ്, അല്ലാഹുവിന്റെ റസൂലിനോട് വല്ലാത്ത സ്നേഹമാ. എന്തുകൊണ്ടാണ് മസ്ജിദുൻ നബവിക്കകത്തിരുന്ന സ്വഹാബികളുടെ ഇടയിൽ നിന്ന് ഈ പാവപ്പെട്ടവനെ തിരഞ്ഞെടുക്കാൻ
നടക്കാറുള്ള കാരണം എന്തെന്നറിയുമോ? വലിയ വലിയ പ്രമുഖരായ സ്വഹാബത്തിന്റെ ഇടയില് ഈ ചെറുപ്പക്കാരനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിനെ തിരഞ്ഞെടുക്കാറുള്ള കാരണം എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നു. പടച്ചവനെ, പ്രവാചകനോട് വല്ലാത്ത സ്നേഹമാണ്, വല്ലാത്ത ഇഷ്ടമാണ്. മുത്തുനബിയുടെ കൂടെയാണ് നടക്കുന്നത്. വീട്ടുകാർക്ക് ഒരാൾക്കും ഇഷ്ടപ്പെട്ടില്ല, എന്റെ വാപ്പയ്ക്ക് പോലും അവിടെ ഇഷ്ടപ്പെട്ടില്ല. അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ നിൽക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട പിതാവ് ജറാഹ് ഉണ്ടല്ലോ, ജറാഹ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ശത്രുവുണ്ടല്ലോ, അതാ മുത്തുനബിയുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. തന്റെ പിതാവാണ് കടന്നു വരുന്നത്. ഊരി പിടിച്ച വാളുമായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സന്നിധാനത്തിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട് പ്രവാചകന്റെ കൂടെ നിൽക്കുന്ന ഉബൈദ എന്ന് പറയുന്ന പ്രിയപ്പെട്ട മകനുണ്ടല്ലോ, അവനെ ചീത്ത വിളിക്കുകയാണ്, അവനെ ചീത്ത വിളിക്കുകയാണ്. പിതാവാണ് മുന്നിൽ വന്ന് നിൽക്കുന്നത്. അവിടെന്ന് പറയുന്നു, മുഹമ്മദ്, നിന്റെ കൂടെയുള്ള എവനെങ്കിലും ഒരുത്തം മരിച്ചാൽ അവനെ സ്വർഗത്തിലാണെന്നല്ലേ നീ പറയുന്നത്? അവനെ ഇറക്കി വിട് മുഹമ്മദ്. എന്റെ കയ്യിലിരിക്കുന്ന വാള് കൊണ്ട് ഞാൻ അവനെ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടാ. അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിനെ ചീത്ത പറയുകയാ. തന്റെ പൊന്നുമോനെ ആവശ്യമില്ലാത്തത് മുഴുവനും പറയുകയാണ്. അബൂ ഉബൈദ മിണ്ടാതെ നിൽക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് മിണ്ടാതെ നിൽക്കുകയാ. പടച്ചവനെ, എത്ര ചീത്ത പറഞ്ഞിട്ടും തന്റെ പൊന്നുമകന് യുദ്ധത്തിനിറങ്ങി വരുന്നില്ല. ഉടനെ വാപ്പ ചെയ്തതെന്തെന്നറിയോ? ഏതൊരു ചെറുപ്പക്കാരെയും എന്റെ രക്തം തിളപ്പിക്കാൻ ഏതൊരു ചെറുപ്പക്കാരനും ദേഷ്യമുണ്ടാകുന്ന കാര്യമാണ് പെറ്റ ഉമ്മയെ കുറിച്ച് മോശമായത് പറയുകയാ. ഏതെങ്കിലും ഒരു മനുഷ്യനോട്, ആരുമാകട്ടെ, ജന്മം കൊടുത്ത ഉമ്മയെ കുറിച്ച് പറഞ്ഞാൽ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട മാതാവിനെ കുറിച്ച് പറഞ്ഞാ ദേഷ്യം വരാത്ത ഒരാളുമില്ലല്ലോ. അതാ ജറാഹു പറയുകയാണ്, എടാ അബൂ ഉബൈദ, നീ പിഴച്ചുണ്ടായവനാടാ. നിന്റെ ഉമ്മ വഴിപിഴച്ചവളാടാ, നിന്റെ ഉമ്മ വഴിപിഴച്ചവളാടാ. പടച്ചവരെ, സഹിക്കാൻ കഴിയാത്ത വാചകമാ പറയുന്നത്. ആരാണ് പറയുന്നത്? പിതാവാ. ആരാ പറയുന്നത്? ജന്മം കൊടുത്ത പിതാവാ. തന്റെ ഉമ്മയെ കുറിച്ച് വൃത്തികെട്ടവൾ, ഉമ്മ വ്യഭിചാരിയാണ്, നീ ഒരു ജാരസന്തതിയാണെന്ന് അവിടെന്ന് പറയുമ്പോ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു മിണ്ടാതെ നിൽക്കുകയാ. അപ്പോഴും ഇറങ്ങിപ്പോയില്ല. അപ്പോഴും പടച്ചവനെ, ജറാഹിന് മനസ്സിലായി, നീ അടുത്ത എന്തേ പറയേണ്ടത്? മൂന്നാമത് പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിനെ ചീത്ത വിളിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനെ ചീത്ത വിളിക്കുമ്പോ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിനെ താങ്ങാൻ കഴിഞ്ഞില്ല. ആദ്യം അബൂ ഉബൈദയെ ചീത്ത വിളിച്ചു, അവിടെന്ന് ക്ഷമിച്ചു. ഉമ്മാനെ ചീത്ത വിളിച്ചു, ഉമ്മ വ്യഭിചാരിയാണെന്ന് പറഞ്ഞു, നിന്റെ ഉമ്മ വഴിപഴച്ചവളാണെന്ന് പറഞ്ഞു. എന്നിട്ടും അബൂ ഉബൈദ അവിടെന്ന് ഇറങ്ങിയില്ല. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിനെ ചീത്ത വിളിക്കുമ്പോ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു ചാടി ഇറങ്ങുകയാ. അവിടെന്ന് സ്വഹാബത്ത് പറയുകയാ, അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു ഊരി പിടിച്ച വാളുമായി ചാടി ഇറങ്ങിയിട്ട് ഒരല്പസമയം ഒന്നും കാണുന്നില്ല. പൊടിപടലങ്ങൾ ഇങ്ങനെ പറക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്നറിയുന്നില്ല. ഒരല്പം നേരം കഴിയുമ്പോ തന്റെ പിതാവിന്റെ തലയെടുത്തുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ തലയുമായിട്ട് കടന്നു വരികയാ. തന്റെ പിതാവിന്റെ തലയുമായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടുന്ന് സലാം പറയുകയാ. മുത്തുനബി മടക്കുന്നില്ല. പ്രവാചകന് വല്ലാത്ത വിഷമമായി. കാരണം ജന്മം കൊടുത്ത പിതാവിന്റെ തലയാണ് എടുത്തുകൊണ്ട് വന്ന് നിൽക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സലാം അടക്കാതെ വന്നപ്പോ ആകാശ
ആകാശത്ത് നിന്ന് മലക്കിറങ്ങി വരികയാണ്. മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്ന് ഇറങ്ങി വരികയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അവിടെ നിന്ന് ആയത്തിറങ്ങുകയാ. അല്ലാഹുവിന്റെ ഖുർആനിൽ അവിടെ നിന്ന് ജിബ്രീൽ വന്ന് പറയുകയാണ്, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു വലൗ കാനൂ ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അസീറതഹും ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങി വന്നു എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവര്, ആ പ്രസ്ഥാനത്തിനോട് പരിശുദ്ധമായ ദീനിനോടുള്ള വല്ലാത്ത സ്നേഹമായിരുന്നു. ഇതായിരുന്നു അബൂ ഉബൈദ. ഇതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകന് അവിടെ നിന്ന് വിശ്വസിക്കാൻ പറ്റുന്നവനാണെന്ന് മുത്തുനബിക്ക് വല്ലാതെ അറിയുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവര്, ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുമ്പോ ഉഹദിന്റെ രണാങ്കണം അറിയുമല്ലോ. പടച്ചവനെ, അല്ലാഹുവിന്റെ പ്രവാചകൻ വധിക്കപ്പെട്ടു എന്ന് പറഞ്ഞ യുദ്ധമാണല്ലോ. ഒരുപാട് നഷ്ടങ്ങളുണ്ടായ യുദ്ധമാണല്ലോ. അവസാനം എല്ലാവരും യുദ്ധക്കളത്തിൽ നിന്ന് പേടിച്ച് വരണ്ടു ഓടുമ്പോ അന്ന് ഉറച്ചു നിന്ന 13 പേരിൽ ഒരാളായിരുന്നു അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാവൽ നിന്ന സ്വഹാബിയാ നേതാവായ മുത്തുനബിക്ക് തൽഹ റളിയല്ലാഹു തആല അടങ്ങുന്ന സ്വഹാബികളുടെ കൂടെ അവിടുന്ന് കാവൽ നിന്ന സ്വഹാബിയാണ് അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കവിളില് അവിടുന്ന് ഒരു കൊളുത്തു പിടിച്ചല്ലോ. റസൂലുള്ളാഹി തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുഖമുണ്ടല്ലോ, ആ മുഖത്ത് പ്രവാചകന്റെ മുഖത്തിങ്ങനെ ഒരു കൊളുത്ത് ഇറച്ചിയിൽ ഇങ്ങനെ പിടിച്ചിരുന്നു. അല്ലാഹുവേ, വലിച്ചു പറിച്ചാൽ അവിടെ നിന്ന് മാംസം ഇങ്ങനെ പൊട്ടി വരുമായിരുന്നു. അങ്ങനെ ഒരു കൊളുത്ത് റസൂലുള്ളാഹി തങ്ങളുടെ ഈ കവിളിൽ ഇങ്ങനെ ചേർന്നിരുന്നപ്പോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വളരെ പ്രയാസത്തോടെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കവിളിൽ ഇങ്ങനെ പറ്റിയിരിക്കുന്ന ആ ചെറിയ കൊളുത്തുണ്ടല്ലോ, അത് വലിച്ചു പറിക്കാൻ പ്രയാസപ്പെട്ടിരിക്കുമ്പോ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ എടുത്തു തരാ നബിയേ, ഞാൻ അവിടെന്ന് എടുത്തു തരാ നബിയേ. എന്നിട്ട് എന്തേ ചെയ്തതെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ കവിളിൽ കൊളുത്തിയിരുന്ന ആ കൊളുത്ത് പല്ലുകൊണ്ട് കടിക്കുകയാ. തന്റെ നേതാവിന്റെ കവിളിൽ ഇങ്ങനെ പറ്റിയിരിക്കുന്ന കൊളുത്തുണ്ടല്ലോ, അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് കടിച്ചു പറിക്കുകയാണ്. അവിടെന്ന് കടിച്ചു പറിക്കുകയാണ്. അവിടത്തെ കൊളുത്തിങ്ങനെ കടിച്ചു പറിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിന്റെ പല്ലങ്ങൊടിഞ്ഞു പോയി. അവിടെന്ന് കടിച്ചു പറിക്കുമ്പോ പല്ലവിടെന്ന് ഒടിഞ്ഞു പോയി. ഒരു പല്ലൊടിഞ്ഞു, ഒരു പല്ലൊടിഞ്ഞു. അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു ഭയന്നില്ല. രണ്ടാമത്തെ കൊളുത്തെടുക്കുമ്പോ രണ്ടാമത്തെ പല്ലും പൊട്ടിപ്പോവുകയാണ്. ഒരു മനുഷ്യന്റെ മുൻപല്ല് പൊട്ടിക്കഴിഞ്ഞാൽ, ഒരാളുടെ വായിലെ പല്ല് പോയി കഴിഞ്ഞാൽ വളരെ പ്രയാസമാണല്ലോ, വളരെ പ്രയാസമാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന് കാവല് നിന്ന അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു അവസാനം അല്ലാഹുവിന്റെ റസൂലിന്റെ കവിളിൽ ഇങ്ങനെ കൊളുത്തിയിരുന്ന ആ രണ്ട് കമ്ര, ആ കൊളുത്തവിടന്ന് തന്റെ പല്ലുകൊണ്ട് കടിച്ചു പൊട്ടിക്കുകയാ. രണ്ട് പല്ലവിടം നൊടിഞ്ഞു പോയി, രണ്ട് പല്ലവിടം നൊടിഞ്ഞു പോയി. എങ്കിലെന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുത്തുനബിയോടുള്ള മഹബ്ബത്തിന്റെ പേരിൽ തന്റെ നേതാവിന് അവിടെന്ന് പടച്ചവന്, അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന നേതാവിന് അവിടെന്ന് കാവൽ നിന്ന സ്വഹാബി
സ്വഹാബിയ. സ്വന്തം പല്ല് പോയാൽ എന്റെ ജോലിയാണല്ലോ, എന്റെ ജോലിയാണല്ലോ, ഇത് അമാനത്തായി ഏൽപ്പിച്ചതാണല്ലോ, ഇതെന്റെ ഉത്തരവാദിത്തമാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം പോലും താഴെ വീഴരുത്, എന്റെ മുത്തിനബിക്കൊന്നും സംഭവിക്കരുത്. എല്ലാവരും ഓടിയൊളിക്കുന്ന ദിവസം, എല്ലാവരും രക്ഷപ്പെടാൻ നോക്കുന്ന സമയം, അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ നിന്ന് അവിടത്തെ കൊളുത്ത് കടിച്ചു പറിച്ചു 2 പല്ലുകൾ അവിടുന്ന് നഷ്ടപ്പെട്ടു. അബൂ ഉബൈദ തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകന് വേണ്ടി എന്റെ എല്ലാ പല്ലുകൾ പോയാലും എനിക്കൊരു സങ്കടമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വഹാബത്ത് പറയുകയാ, സ്വഹാബത്ത് പറയുകയാ, അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു ഫകാന ഫിന്നാസ്. ഒരാളുടെ പല്ലൊടിഞ്ഞു പോയാൽ പിന്നെ പുഞ്ചിരിക്കുമ്പോ കാണാനൊരു ഭംഗിയില്ലല്ലോ. ഒരാളുടെ പല്ല് നഷ്ടപ്പെട്ടു പോയാൽ പടച്ചവനെ പിന്നെ ചിരിക്കുമ്പോ അത് കാണാനൊരു രസമുണ്ടാകില്ലല്ലോ. പക്ഷേ അബൂ ഉബൈദയുടെ പല്ല് പോയാൽ സുബ്ഹാനല്ലാഹ്, അബൂ ഉബൈദ ചിരിക്കുന്നത് കാണാൻ വല്ലാത്ത ഭംഗിയാ, ഒരു വല്ലാത്ത ഭംഗിയായിരുന്നു. കാരണം റസൂലുള്ളാഹിക്ക് വേണ്ടി 2 പല്ല് കളഞ്ഞ സ്വഹാബിയാണല്ലോ. പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്തല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു ഈ സ്വഹാബിയാണ് നജ്റാനിന്റെ അമീറായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് തെരഞ്ഞെടുത്തത്. ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, ഒരു കാര്യം ഉത്തരവാദിത്തത്തോടു കൂടി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവേ പിന്നെ മുന്നോട്ട് വെച്ച കാല് പുറകോട്ട് വെക്കില്ലല്ലോ. അതാ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ ഒരു യുദ്ധത്തിന് വേണ്ടി അതാ നജ്റാനിലേക്ക് പറഞ്ഞു വിടുകയാ. അവിടെ ഒരു യുദ്ധത്തിന് വേണ്ടി കടന്നു പോകുമ്പോ നാട് മുഴുവനും പ്ലേഗ് രോഗം പടരുകയാ, നാട് മുഴുവനും പ്ലേഗ് രോഗം പടരുകയാ. ആ നാട്ടിലേക്കാണ് മഹാനായ അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു കടന്നു പോകുന്നത്. അല്ലാഹുവേ, അപ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കത്തെഴുതുകയാ. ആ പോകുന്ന നാട്ടിലെ ജനങ്ങൾ മുഴുവനും പ്ലേഗ് രോഗം വന്ന് മരിച്ചു വീഴുകയാണ്. അങ്ങോട്ട് പോകല്ല്, അങ്ങോട്ട് പോകല്ല്, എല്ലാവരെയും ഉപേക്ഷിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളാറ്. അപ്പോഴാണ് പടച്ചവരെ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് തിരിച്ച് അമീറിനൊരു കത്തെഴുതുകയാണ്, ഖലീഫയ്ക്കൊരു കത്തെഴുതുകയാണ്. എന്താണ് എഴുതിയതെന്നറിയുവോ? എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്തമുണ്ട്. എന്റെ കൂടെയുള്ള സൈന്യത്തിന്റെ അമീറാണ് ഞാൻ ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ പാടില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്നതിന് തയ്യാറായില്ല. അവസാനം അവിടെ നിന്ന് രോഗം വന്ന് മരണപ്പെട്ടു എന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ ചെറുപ്പക്കാരനെ കാണിച്ചിട്ടാണ് പറഞ്ഞത്, അമീനുഹ ഉമ്മാ എന്ന് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ